ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഷ്കിന്ധകാണ്ഡം ഈ സിനിമയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ദിൻജിത്ത് അയ്യത്താനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത് ബാഹുൽ രമേശ് ആണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്തായിട്ട് വന്നിട്ടുള്ളത്. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, ജഗദീഷ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് എന്തായാലും കാണണമെന്ന് വിചാരിച്ച സിനിമയായിരുന്നു. ഈ ട്രെയിലർ എന്ന് പറഞ്ഞ ഭയങ്കരത്തൊരു മിസ്റ്ററി ആയിരുന്നു ആ ട്രെയിലർ എന്നുള്ളത്. അതേ സ്വഭാവം, ആ ട്രെയിലറിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് ഈ സിനിമയ്ക്ക് എന്നുള്ളതാണ്. ഫസ്റ്റ് മുതൽ അവസാനം വരെ ശരിക്കും പറയുകയാണെങ്കിൽ 3 കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ വിജയരാഘവനും ആസിഫ് അലി, അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു എക്സ് മിലിറ്ററി ഓഫീസറായിരിക്കും നമ്മുടെ വിജയരാഘവൻ അവതരിപ്പിക്കുന്ന അപ്പു പിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ മകനായിരിക്കും ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രം അജയ് ചന്ദ്രൻ. ആസിഫ് അലിയുടെ ഭാര്യയായിരിക്കും അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രം. അതായത് ഇവർ 3 ആളും ഈ വീട്ടിലേക്ക് അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രം അപർണ പിന്നെ വീട്ടിലേക്ക് കയറി വരികയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് കയറി വരികയാണ്. അതിനുശേഷം നമ്മുടെ അപ്പുപിള്ളയുടെ ലൈസൻസുള്ള തോക്ക് കാണാതാവുകയാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഒരു മിസ്റ്ററിയാണ് സിനിമയുടെ കഥ എന്നുള്ളത്. കുറേ ദുരൂഹതകളൊക്കെ നിറഞ്ഞൊരു സിനിമയാണ്. നമ്മൾ പ്രതീക്ഷിക്കും ഇന്നൊരു സംഭവമാണ് അങ്ങോട്ടാണ് സിനിമയുടെ കഥ പോവുക എന്നുള്ളത്. നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഇന്ന രീതിയിലാണ് സിനിമയുടെ കഥ പോവുക എന്നുള്ളത്. പക്ഷെ ആ ഒരു ക്ലീഷേനൊക്കെ വെട്ടിത്തിരുത്തിക്കൊണ്ട് മറ്റൊരു രീതിയിലാണ് സിനിമയുടെ കഥയുടെ മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ്. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളൊരു തിരക്കഥയായിരുന്നു ഈ സിനിമയുടെ. എനിക്ക് അത്രയും ഫ്രഷ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഈ ഒരു തിരക്കഥ എന്നുള്ളത്. അതുകൂടാതെ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും ഫ്രഷ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. മറ്റൊരു ഈ വിജയരാഘവൻ അവതരിപ്പിച്ച കഥാപാത്രം ആയിക്കോട്ടെ, ആസിഫ് അലി അവതരിപ്പിച്ച കഥാപാത്രം ആയിക്കോട്ടെ, ആരും ഇതിനു മുമ്പേ അതുപോലെ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു എല്ലാം എന്നുള്ളത്. ഈ സിനിമയുടെ ആത്മാവ് നട്ടെല്ല് എന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ്. കിടിലൻ തിരക്കഥയായിരുന്നു. പിന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതുമ ഉള്ള ഒരു സംഭവം, അതാണ് ഈ തിരക്കഥ എന്നുള്ളത്. അതിൻ്റെ കൂടെ ഇവരുടെ പെർഫോമൻസുകൾ കൂടി വന്നു കഴിഞ്ഞപ്പോൾ സിനിമ ഞെട്ടിച്ചു തന്നെ പറയാം. വിജയരാഘവൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ ആ ഒരു എന്താ പറയുക, പിന്നെ ആ ഒരു പെർഫോമൻസ് ഒരു വളരെ വളരെ ആ ഒരു ഭംഗിയായി തന്നെ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപർണ ബാലമുരളിയും സൂപ്പറായിട്ടുണ്ട്. ജഗദീഷിൻ്റെ ഒരു വെറൈറ്റി കഥാപാത്രമാണ്, അദ്ദേഹം സൂപ്പറായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ടെക്നിക്കൽ സൈഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്ക് ആയിക്കോട്ടെ, നല്ല നല്ല വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊള്ളാമായിരുന്നു. അങ്ങനെ മറ്റു ടെക്നിക്കൽ സൈഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമ ഒരു സ്ലോ ബേസിലാണ് സിനിമയുടെ കഥ പോകുന്നതാണ്. ഓരോ ക്യാരക്ടറൈസേഷൻ ഇങ്ങനെ വന്ന് ഓരോ ആ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവലിലേക്ക് പോവുകയാണ് ആ ഒരു എഴുത്ത് എന്നുള്ളത്. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഓരോ അപർണ ബാലമുരളിയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മറ്റൊരു കഥാപാത്രത്തിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഒരു പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങളുടെ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ നല്ലൊരു സിനിമ സ്ലോ പേസ് മൂവിയാണ്. സ്ലോ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ചിലപ്പോൾ ലാഗ് കാര്യങ്ങളൊക്കെ പലർക്കും അനുഭവപ്പെടും. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ARM കണ്ടു. ARM വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സിനിമയായിരുന്നു, കളർഫുൾ ആയിട്ടുള്ള കിടിലൻ പടമായിരുന്നു. ആ ഒരു ജേണറല്ല ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു ഇമോഷണൽ പിന്നെ മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇതുപോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വിജയിക്കേണ്ട ഒരു സിനിമ കൂടിയാണ്. വളരെ മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കുക, എന്തായാലും കാണണം തന്നെ പറയാം. ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെ പറയാം കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ആസിഫ് അലിയുടെ ഈ അടുത്ത് വന്ന 3 കഥാപാത്രങ്ങൾ, അതായത് ലെവൽ ക്രോസ്, തലവൻ, ഈ അടുത്ത അഡിയോസ് അമിഗോ, ഈ 3 സിനിമകളിലെ കഥാപാത്രങ്ങൾ 3 വ്യത്യസ്തമായുള്ള കഥാപാത്രങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയിലെ കഥാപാത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം തന്നെയാണ്. പിന്നെ ഇൻട്രോയിൽ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇൻട്രോയിന് ശേഷമാണ് സിനിമ ഒരു പീക്ക് ലെവലിലേക്ക് പോകുന്നതെന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക, മസ്റ്റ് വാച്ച് മൂവി എന്ന് ഞാൻ പറയും മസ്റ്റ് വാച്ച് മൂവി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. കണ്ടവരുണ്ടെങ്കിൽ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.